ഹായ് ഫ്രണ്ട്സ്, ഇനി വന്നിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ വളരെ എളുപ്പമാണ് ചെയ്യാൻ. കട്ട് ചെയ്യണത് നമ്മൾ സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യുന്ന ഒരു മോഡലിലാണ്. അപ്പോൾ എങ്ങനെയത് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ തുണീനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മടക്കിയ ശേഷം ഇതിൻ്റെ വീതി വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു അളവിൽ ആദ്യം നമുക്ക് ഈ തുണീനെ മടക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു മോഡലിലാണ് നമ്മളൊരു തുണി മടക്കേണ്ടത് കേട്ടോ. നമ്മൾ സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യില്ല, ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. ഇനി ഇവിടുന്ന് 2 ഇഞ്ച് വേസ്റ്റ് ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്യാം. നമ്മൾ ഇതിൽ തന്നെയാണ് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യണത്. വേറെ സെപ്പറേറ്റ് ബാൻഡും നമ്മൾ ചെയ്യണില്ല. അപ്പോൾ 2 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 36 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. പ്ലസ് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൊടുക്കുക. അപ്പോൾ 38 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ മടക്കി തയ്ക്കാൻ നമുക്കൊരു 2 ഇഞ്ചെങ്കിലും വേണം. അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യണത് ഹിപ്പ് റൗണ്ട് ആണ്. 38 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട്. അതിൻ്റെ 4/1 എടുക്കുക പ്ലസ് 2 ഇഞ്ച്. അപ്പോൾ നമുക്ക് 11.5 ഇഞ്ച് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇതിൽ 2 ഇഞ്ച് എക്സ്ട്രാ ലൂസിനാണ്. അപ്പോൾ ടോട്ടൽ 4 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ രണ്ടാക്കി മടക്കിയതുകൊണ്ട്. ഇനി ക്രച്ച് ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. 12.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതായത് 38 ഇഞ്ചിൽ 4/1 പ്ലസ് 2.5 ഇഞ്ച്. ഇതിൽ ലാർജ് സൈസിലുള്ളവർ 2.5 ഇഞ്ച് എടുക്കാം, മീഡിയം സൈസിലുള്ളവർ 2 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇവിടുന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു കർച്ചിന് ഷേപ്പ് കൊടുക്കുകയാണ്. ഇനി താഴ്ഭാഗത്ത് വരണ വണ്ണം എത്രയാണ് അത് അടയാളപ്പെടുത്താം. ഞാനിവിടെ 9 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. താഴെ ഈ ഒരു പാൻറ്റിന് നല്ല വീതി വരുന്നുണ്ട്. അത്യാവശ്യം വീതിയാണ് ഞാൻ കൊടുക്കുന്നത്. സാധാരണ സിഗരറ്റ് പാൻറ്റിന് താഴെ വരുമ്പോൾ ഇത്തിരി വണ്ണം കുറഞ്ഞിട്ടാണല്ലോ വരുന്നത്. ഇവിടെ ഞാൻ ഇത്തിരി വണ്ണം കൂടിയിട്ടാണ് എടുക്കുന്നത്. ഇനി ഈ ഒരു പോയിൻ്റായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാം. വീഡിയോ അവസാനം വരെ കണ്ടാലേ ഈ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ തയ്യൽത്തുമ്പ് അടക്കമാണ് താഴെ അത് മാർക്ക് ചെയ്തിരുന്നത്. ഇനി നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പൊന്നും കൊടുക്കണ്ട. താഴെ തന്നെ അത്യാവശ്യം ലൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ തയ്യൽത്തുമ്പ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണ്ട. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഈ കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇവിടെ നിന്ന് ക്രച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇനി 2 ലെയർ നമുക്കിവിടെ കിട്ടണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ മടങ്ങിയ ഭാഗമാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സിഗരറ്റ് പാൻറ്റിന് നമ്മൾ ചെയ്യാറുണ്ടല്ലോ, ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്യുകയാണ്. ഇത് ഈ ഒരു പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തത്. ഇനി ബാക്ക് സൈഡ് തയ്ക്കാനുള്ള തുണി എടുക്കുക. അതെടുക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ട് പീസിനേക്കാളും എക്സ്ട്രാ കൂടുതൽ എടുക്കണം. അപ്പം ഞാൻ ഇവിടെ 2ആയിട്ട് തന്നെയാണ് തുണീനെ മടക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മുന്നേ കട്ട് ചെയ്തിരുന്ന ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. 2 ഇഞ്ച് ഇറക്കിയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസ് വയ്ക്കേണ്ടത്. കാരണം നമ്മൾ ബാക്കിൽ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നുണ്ട്. അത് പാൻറ്റ് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് കയറ്റുന്നത്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ചിരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് അത് ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ടോ ബാക്കിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടും. അപ്പം ഞാനിവിടെ തയ്ക്കുന്നത് ലാർജ് സൈസിലുള്ള പാൻറ്റാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഈ ക്രച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യാം. അപ്പം മീഡിയം സൈസിലുള്ളവരാണെങ്കിൽ 2 ഇഞ്ച് തന്നെ എടുത്താൽ മതി. ഇതുപോലെ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 2.5 ഇഞ്ച് എടുക്കേണ്ട ആവശ്യമില്ല. അധികം വണ്ണമുള്ളവർ മാത്രം ഒരു 2.5 ഇഞ്ച് എടുത്താൽ മതി. ഇല്ലെങ്കിൽ ആ ഭാഗത്ത് ഭയങ്കര ലൂസായിട്ട് കിടക്കും. ഞാനിവിടെ 2 ഇഞ്ചിൽ ഫുള്ളും മാർക്ക് ചെയ്യാണ്.
ഇവിടെ ഈ ക്രച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നമ്മുടെ ക്രച്ചിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ്. അവിടെ മാരേജ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇങ്ങോട്ട് ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. 2.5 ഇഞ്ചിലേക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക ഷേപ്പിൽ. 2.5 ഇഞ്ചല്ല, സോറി 2 ഇഞ്ചാണ് അവിടെ. ഇത് സാധാരണ നമ്മൾ സിഗരറ്റ് പാൻറ്റിൽ ചെയ്യുമല്ലോ, ആ ഒരു പാറ്റേൺ തന്നെയാണ്. ഇനി താഴേക്കും നമ്മൾ 2 ഇഞ്ച് കൊടുക്കുകയാണ്. അറ്റം വരെ ഇതുപോലെ തന്നെ 2 ഇഞ്ച് കൊടുക്കുക. ഇനി വേറെ തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോൾ ഇതിൽ തന്നെ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഡോട്ട് ചെയ്ത ലൈൻസൊക്കെ ഒന്ന് ഇതുപോലെ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്ക് സൈഡാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ആ ക്രച്ചിൻ്റെ ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളും കട്ട് ചെയ്തു. ഇനി ആ മടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 ലെയറാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 2 പീസ്, ബാക്കിൽ 2 പീസ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്തിട്ട് ക്രച്ചിൻ്റെ ഭാഗം ഇവിടെ ഫുള്ളും സ്റ്റിച്ച് ചെയ്യുക. ഈ സെയിം തന്നെ നമ്മൾ ബാക്ക് സൈഡ് എടുക്കുക, അതിൻ്റെ 2 നല്ല വശം എടുക്കുക, ക്രച്ചിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് പോവാം. വളരെ എളുപ്പമാണ് കേട്ടോ, ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. ഇത് തയ്ച്ച് കഴിഞ്ഞാലും നല്ല ഭംഗി തന്നെയാണ് ആ ഒരു കുർത്തിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശവും ബാക്ക് സൈഡിന് നല്ല വശവും ഒരുമിച്ച് ഇതുപോലെ വെച്ചിട്ട് ഈ പാൻറ്റിൻ്റെ താഴെ മുതൽ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ തയ്ച്ച് ക്രച്ചിൻ്റെ ഭാഗത്തുനിന്ന് മറ്ററ്റം വരെ തയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ക്രച്ചിൻ്റെ ആ ഭാഗത്തുള്ള പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് 2 സൈഡ് ഭാഗവും ഇതുപോലെ എക്സ്ട്രാ നമുക്ക് വരും, കാരണം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇരുന്നല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇത് തയ്ക്കണ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ചീത്തവശത്തേക്ക് ഒന്ന് ജസ്റ്റ് മറിച്ചിടാം. എന്നിട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം, അതായത് വീതി കുറഞ്ഞ ഭാഗം, അത് എടുത്തിട്ട് ഇങ്ങോട്ട് ഇതുപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. അവിടെ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കുമല്ലോ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ കട്ട് ചെയ്തത്, അപ്പോൾ അവിടെ നമ്മൾ വെറുതെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പാൻറ്റിൻ്റെ 2 സൈഡും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ ലെങ്ത്താണ്, അതായത് ആ വേസ്റ്റ് ബാൻഡ് മാർക്ക് ചെയ്തതിൻ്റെ അടിയിലായിട്ട് ടേപ്പ് വെച്ചിട്ട് താഴെ നോക്കുക. അപ്പോൾ നമുക്ക് 36 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ഈ ഭാഗം നമ്മൾ മടക്കി തയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് ആ 3 ഇഞ്ചിലേക്ക് ഇതുപോലെ മടക്കി കൊണ്ടുവരിക. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സൈഡ് ഭാഗത്ത് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം നല്ല നീറ്റായിട്ട് കിടക്കും. അടുത്തത് നമ്മൾ വേസ്റ്റ് ബാൻഡാണ്. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരുന്നത് 2 ഇഞ്ചാണ്. അത് ഇതുപോലെ ഇത് ചുറ്റും നമ്മൾ മാർക്ക് ചെയ്തിട്ട് റോങ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യണമായിരിക്കും നല്ലത്. അല്ലാത്തവർ ജസ്റ്റ് മടക്കിയിട്ട് ആ 2 ഇഞ്ചിലേക്ക് ഇതുപോലെ തുണീനെ മടക്കുക.
എന്നിട്ട് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിൽ വിടണം. അപ്പോൾ ഇവിടെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗം ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ മടക്കി കഴിഞ്ഞു. അതുപോലെ വേസ്റ്റ് ബാൻഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൻ്റെ ഭാഗം ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ തയ്ക്കാൻ നോക്കുക. ഇനി നമുക്ക് ചരടുണ്ടെങ്കിൽ ഇതുപോലെ പിൻ ചെയ്തിട്ട് അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇലാസ്റ്റിക് ആണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് ആണെങ്കിൽ നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് എത്രയാണ് ആ ഒരു കറക്റ്റ് അളവ് തന്നെ ഇലാസ്റ്റിക്കിൽ എടുക്കുക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിഗരറ്റ് പാൻറ്റ് കട്ടിങ്ങിലാണ് നമ്മൾ ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. താഴ്ഭാഗം ഇതുപോലെ പലാസ പാൻറ്റ് പോലെ സ്ട്രെയിറ്റ് കട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.